ശകുനിയുടെ കണ്ണുകളിൽ നിന്നും അവനത് മനസ്സിലാക്കി. ശേഷം ദുര്യോധനൻ എല്ലാം മറന്ന് ഭീമന്റെ കൂടെ കൂട്ടുകൂടുവാൻ ആരംഭിച്ചു. എന്തിനും ഏതിനും ഭീമനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പതിവായി. നമ്മൾ ഒരേ രക്തമല്ലേ, എന്തിനും ഏതിനും നമ്മൾ ഒരുമിച്ച് വേണം നിൽക്കാൻ, ദുര്യോധനൻ പലപ്പോഴായി ഭീമനോട് പറഞ്ഞു. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി. അവരുടെ ഇടയിലെ സൗഹൃദം കുടുംബം മുഴുവൻ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ദുര്യോധനൻ ശ്രദ്ധിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കുട്ടികളെല്ലാവരും ഗംഗയിൽ പോയി നീന്തുവാൻ പോകുന്ന ദിവസമായിരുന്നു അന്ന്. തലേ ദിവസം തന്നെ ദുര്യോധനൻ ഭീമനോട് പോകരുതെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണ്. സഹോദരനായ ദുശാസനെയും അയാൾ കൂട്ടുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ കൗരവരും പാണ്ഡവരുമെല്ലാം ഗംഗയിലേക്ക് തിരിച്ചു. ശേഷം അവർ 3 പേരും കുറച്ചകലെയുള്ള ആ കാട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. എന്തോ ഒരു സംശയം ആ സമയത്ത് ഭീമനിൽ ജനിച്ചു. അവിടെ എത്തിയ ശേഷം ദുര്യോധനൻ ഒരു കാര്യം ചോദിച്ചു. ഭീമ, എന്നെ നിനക്ക് മൽപ്പിടുത്തത്തിൽ തോൽപ്പിക്കാൻ പറ്റുമോ? സഹോദര, അങ്ങനെ തോൽപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങയെ ഞാൻ അത്രയധികം ബഹുമാനിക്കുന്നു. എന്നാൽ ദുര്യോധനൻ വെറുതെ വിട്ടില്ല. അയാൾ ഭീമനുമായി ഒരു മത്സരം അവിടെ ആരംഭിച്ചു. ഭീമൻ തന്റെ ബലം പുറത്തെടുക്കാതെ സഹോദരന്റെ ഇഷ്ടത്തിന് നിന്നുകൊടുത്തു. സമയം മുൻപോട്ടു പോയി. ദുര്യോധനൻ എത്ര ശ്രമിച്ചിട്ടും ഭീമൻ വീഴുന്നുണ്ടായിരുന്നില്ല. തിരിച്ചടിക്കുന്നില്ലെങ്കിലും അയാളുടെ ശരീരം ഉരുക്കുപോലെയായിരുന്നു. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ദുര്യോധനൻ തളർന്നു വീണു. കൂടെ ഭീമനും. തളർന്നു വീണ ഉടനെ തന്നെ ദുര്യോധനൻ ദുശാസനനെ നോക്കി. ദുശാസനൻ ഉടൻ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന പാനീയം ഭീമന് കൊടുത്തു. ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി.